ഹലോ, ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ താമരക്കായൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകതകൾ പറഞ്ഞു തരാനാണ് ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഇപ്പോൾ ഇതിലത്തെ വലിയ പ്രത്യേകത എന്ന്. പക്ഷേ ഒന്നുമില്ല, സിമ്പിളാണ്. ഇതിൻ്റെ ഈ ചെടിക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു പൂവുണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇല കറക്റ്റായിട്ട് അതിൻ്റെ അതേ പൊസിഷനിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു താമരപ്പൂ ഉണ്ടാകുമ്പോൾ സാധാരണ നമ്മൾ ചെടികളിലൊക്കെ കാണാറുള്ളത് ഇങ്ങനെ കുറേ ഇലകളുണ്ടാവും, പിന്നെ ഒരു പൂവുണ്ടാവും, അങ്ങനെയൊക്കെയല്ലേ. പക്ഷെ ഇതങ്ങനെയല്ല. നമ്മുടെ ഒരു ഇലേൻ്റെ കൂടെ അതിൻ്റെ കൂടെ തൊട്ടടുത്തായിട്ട് മറ്റൊരു തണ്ട്, 2 തണ്ടാണ് ഉണ്ടാവുക. ഒരു തണ്ട് ഇലയും ഒരു തണ്ട് താമരയുടെ മൊട്ടുമായിട്ടാണ് വരിക. അപ്പം നമ്മളതൊന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു താമര മൊട്ടുണ്ട്, അതിനോടടുപ്പിച്ചിട്ടൊരു ഇലയുണ്ട്. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ കുറേ മൊട്ടുകളും ഇലകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത കാണിച്ചു തരാം. ഇപ്പോൾ ഈ താമരയുടെ മൊട്ടും ഇലയും നമ്മൾ എന്ത് ചെയ്യുക, താഴത്തേക്ക് നോക്കാൻ പോവാണ്. താഴത്തേക്ക് അതേ ശ്രദ്ധിച്ച് നോക്കുക, കണ്ണ് വെട്ടാതെ നോക്കണം. നേരെ വന്ന് കഴിഞ്ഞാൽ താഴത്ത് നോക്കൂ, ഒരേ പൊസിഷനിൽ നിന്നാണ് ഇത് രണ്ടും വന്നിട്ടുള്ളത്. കറക്റ്റായിട്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഒരൊറ്റ ഗ്യാപ്പിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിളും കൂടി കാണിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് വെറുതെ പറയാമെന്ന് വിചാരിക്കേണ്ട. അടുത്തത് കാണിച്ചു തരാം. അടുത്തതായിട്ട് ഇതാ ചെറിയൊരു മുട്ട ഇവിടെ കാണുന്നുണ്ട്. അതേ ഇപ്പുറത്ത് ഇതാ ഇലയുടെ മറവിൽ അടിപൊളിയായിട്ട് ചെറിയ കുഞ്ഞൻ മുട്ട ഇവിടെ നിൽക്കുന്നുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഇലയാണത്. പക്ഷേ കുഞ്ഞൻ മുട്ട നിൽക്കുന്നുണ്ട്. കുഞ്ഞൻ മുട്ട കാണിച്ചു തരാം. ഇതാ താമര മുട്ട, കുഞ്ഞൻ മുട്ടാണിത്. കണ്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ അതിൻ്റെ താഴത്തേക്ക് പോയി വരുമ്പോൾ ഇത് കറക്റ്റായിട്ട്, അപ്പോൾ ഇതിൻ്റെ താഴത്തേക്ക് നോക്കി വരികയാണെങ്കിൽ നമ്മുടെ കുഞ്ഞ മുട്ടിൻ്റെ അടിഭാഗം കാണാം. നമുക്ക് ഒരൊറ്റ ഭാഗത്തു നിന്നാണ് 2 എണ്ണം വന്നിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാവും കറക്റ്റായിട്ട്. ഇങ്ങനെ ഓരോന്നും നോക്കണം. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തതും ഇതാ കറക്റ്റായിട്ട് അങ്ങനെ തന്നെ വന്നിട്ടുള്ളത്. അതിൻ്റേതാണ് കാണിക്കുന്നത്. ഒരു ഇലയുണ്ട്, ഇലയുടെ നേരെ തൊട്ടപ്പുറത്ത് ഇതാ നമ്മുടെ വലിയൊരു മുട്ടുണ്ട്. ഏകദേശം ഇതാ ഇരുടാവാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചക്കുറവ് കാണാം. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ സൂര്യനൊക്കെ അസ്തമിച്ച് കഴിഞ്ഞു എന്ന് പറയാം. കാരണം ഇവിടെ കാണാനില്ല. സാധാരണ കാണാറുണ്ട്, ആകാശത്ത് ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇന്ന് കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് കാർമേഘം വന്ന് മൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ഇവിടെ കാണാനില്ല. അപ്പോൾ നമ്മുടെ താമരപ്പൂ മൊട്ട് പൊട്ടിച്ച ഒരു തണ്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇതിൻ്റെ തലപ്പത്ത് താമര ഉണ്ടായിരുന്നത് കണ്ടോ. ഒരു ഇലയിൽ നിന്നും ഇതാ ഒറ്റ തണ്ടിൽ നിന്ന് വന്നതാണിത്. അപ്പോൾ അത് ഒരു ഇലയുണ്ട്, താമര അവർ പൊട്ടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലൊരു താമരക്കായൽ കാണിച്ചു തരാം. ഇതുവരെ നമ്മൾ കുറച്ച് ഭാഗങ്ങളാണ് കാണിച്ചു തന്നത്. നല്ലതുപോലെ താമരയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും കാണാം. എല്ലാവരും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അതൊന്നും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.